23 വാക്യം ഒന്ന് വായിക്കാം. ഒരു ചെറിയ ചിന്ത മാത്രമേ പറയുന്നുള്ളൂ. അവൻ്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ യേശു എന്ന ഇസ്രായേലിന് യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു. ഇസ്രായേൽ പ്രാർത്ഥിച്ച് ജയമെടുത്ത ഒരു യാക്കോബിന് കിട്ടിയ പേരാണ് ഇസ്രായേൽ എന്ന്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം കൊടുത്ത വാഗ്ദത്തമാണ് യേശു കർത്താവ്. സ്തോത്രം ചെയ്യുന്നു. വാഗ്ദത്തമാണ് യേശു കർത്താവ്. ഫസ്റ്റ് വാഗ്ദത്തം എന്താണ്? ഉൽപ്പത്തി പുസ്തകം 3:15 വാക്യം വായിച്ച. അപ്പോ സ്ത്രീയുടെ സന്തതി ശത്രുവിൻ്റെ തല തകർക്കുമെന്ന വാഗ്ദത്തം. അപ്പം ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശത്രുത്വം വയ്ക്കും. ആ ശത്രുത്വം നമുക്കും നമ്മുടെ സന്തതികൾക്കും തമ്മിൽ ദൈവം വയ്ക്കുന്ന ശത്രുത്വത്തെ തകർക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ദൈവം നമ്മളാൽ കഴിയാത്ത കാര്യം ചെയ്യാൻ തന്ന വാഗ്ദത്തമാണ് ആര്? ക്രിസ്തു. നമ്മൾ സ്വയമായിട്ട് പ്രിയ ദൈവമക്കളെ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. നിങ്ങളോട് എപ്പോഴും ഞാൻ പറയുന്നു, സ്വയമായിട്ടൊന്നും ചെയ്യാൻ നിൽക്കരുത്. വാഗ്ദത്തമാണ് ക്രിസ്തു. സ്തോത്രം ചെയ്യുന്നു. അത് ആ ക്രിസ്തു നമുക്കറിയാം. യെശയ്യാവ് പറഞ്ഞു 7:14 വായിക്കുമ്പോൾ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ സ്തോത്രം ചെയ്യുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് അവന് ഇമ്മാനുവേൽ എന്ന് പേരിടണം. ഇത് എന്തായാണ് നമുക്ക് വെളിപ്പെട്ടത്? യേശു കർത്താവ് ഇന്ന് നമുക്ക് വെളിപ്പെട്ടത് എന്തായിട്ടാണ്? അത് യെശയ്യാവിൽ തന്നെ പറയുന്നു. എന്തായിട്ട്? ഇന്ന് യേശു കർത്താവ് ഇസ്രായേലിൽ എന്തായി വീണു? എന്തായി വീണു? 9-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം വായിച്ചേ. ഒരു വചനമാണ്. മനസ്സിലായ ഞങ്ങൾക്ക്? പ്രാർത്ഥിച്ച യാക്കോബ് എന്ന് പറയുന്ന ഇസ്രായേലിന് എന്തായി വെളിപ്പെട്ടു വന്നു? വചനമായി വെളിപ്പെട്ടു വന്നു. അവൻ യാക്കോബിൽ ഒരു വചനം അയച്ചു, അത് ഇസ്രായേൽ വീണുമിരിക്കുന്നു. മനസ്സിലായ? അപ്പം വചനത്തെ തള്ളിക്കളയാൻ പറ്റൂല. വചനം എന്താണ്? ക്രിസ്തുവാണ്. വചനം ക്രിസ്തുവാണ്. അത് ഇസ്രായേൽ ഒരു വചനമായി വീണു. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഈ വീണ വചനം, ആ വചനത്തിനകത്ത് എന്തു വന്നെന്നാണ് യോഹന്നാൻ പറയുന്നത്? കൃപ, സത്യം. അല്ലേ? യോഹന്നാൻ 1:14 വായിക്കുമ്പോൾ വചനം ജഡമായി തീർന്നു. അത് ആ ജഡത്തിന്റെ പുറത്ത് എന്തായി? കൃപയും സത്യവുമായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പൊ നമ്മുടെ ഇടയിൽ ഇന്ന് പാർക്കുന്ന എന്താണ്? വചനമാണ്. വചനമാണ് പാർക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഈ വചനം എന്തിനാണ് പാർക്കുന്നത്? നമ്മുടെ ഇടയിൽ, നമ്മുടെ വീട്ടിൽ. എന്തിനു പാർക്കണം? എന്തിനു പാർക്കണം? ഒന്ന് വായര്. 2 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം വായിച്ചു. രണ്ട് രാജാക്കന്മാർ 13:5. അവർ അരാമ്യരുടെ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി. എന്താ ഈ അരാമ്യർ? ആരാ ഈ അരാമ്യർ? എന്താണ് ദൈവമക്കളുടെ മേൽ ഈ അരാമ്യർക്കുള്ള അധികാരം?
എന്താ അധികാരം? ഇത് സമാധാനമില്ല. അത് ഏതോമ്യര്, അരാമ്യര്, മോവാബ്യര്. അരാമ്യരാരാ? ഞാൻ പുതിയ നിയമത്തിൽ നിന്നൊരു ക്ലൂ തരാം. അവനവന്റെ വീട്ടുകാർ, അവനവന്റെ ശത്രുക്കൾ അവനവന്റെ വീട്ടുകാർ തന്നെ. ഇനി പറ അരാമ്യർ ആരാണെന്ന്. ഇനി പറ അരാമ്യർ ആരാണെന്ന്. ആ വാക്യം 2 സ്ഥലത്തുണ്ട്. മീകാ പ്രവാചകന്റെ പുസ്തകത്തിലുമുണ്ട് അവനവന്റെ വീട്ടുകാർ അവനവന്റെ ശത്രുക്കൾ തന്നെ. എന്നാൽ മത്തായി സുവിശേഷം 23 ഉണ്ട്. അപ്പോ ഇനി പറ അരാമ്യർ ആരാണെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ഈ അരാമ്യർ ആരെന്ന് ചോദിച്ചാൽ, അല്ല, അബ്രഹാം വലിയ വിശ്വസ്തയോടെ ഇസഹാക്കിനൊരു പെണ്ണെടുത്തു. എവിടെ ചെന്ന്? ഹല്ലേലൂയ, സ്തോത്രം. മെഥുവേലിന്റെ വീട്ടിൽ ലാബാന്റെ സഹോദരി റിബേക്ക. എവിടത്തുകാരാ? അരാമ്യരാ. ഉൽപ്പത്തി പുസ്തകം 25:20. അരാമ്യരാ. മനസ്സിലായ? അരാമ്യരായിരിക്കുന്ന അവരെന്താ ശത്രുത്വം കാണിച്ചു അബ്രഹാമിനോട്? റിബേക്കയുടെ വീട്ടുകാർ എന്തെങ്കിലും ശത്രുത്വം കാണിച്ചോ അബ്രഹാമിനോട്, ഇസഹാക്കിനോട്? കാണിച്ചോ? കാണിച്ചോ? പെൺകുട്ടിക്ക് ഏലിയാസർ മൂക്കുത്തി കൊടുത്തു, മോതിരം കൊടുത്തു, വള കൊടുത്തു. ഇത്രയും ദൈവികമായ നന്മ കൊടുത്തത് അവൾ ആലയത്തെ ഒട്ടകത്തെ പരിപാലിക്കുമെന്ന് വിശ്വസിച്ചിട്ടും അവളോട് ചോദിച്ചു, ഒട്ടകത്തിന് പാർക്കാനുള്ള സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞ്, തീനും ഉണ്ടെന്ന് പറഞ്ഞ് അവൾ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്ന് ഏലിയാസർ പറയുന്നു, എൻ്റെ യജമാനെ ദൈവം അനുഗ്രഹിച്ചു, ആ ദൈവം എന്നെ നേർവഴിക്ക് കൊണ്ടുവന്നു, നിങ്ങളുടെ മകളെ ആല്യാസ്തോത്രം ചെയ്യുന്നു, എൻ്റെ യജമാൻ്റെ വധുവായി വയ്ക്കാൻ എല്ലാം സമ്മതമാണ്, എല്ലാത്തിനും സമ്മതമാണ്. പക്ഷെ 10 ദിവസം കൂടെ വിവാഹം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും അവൻ്റെ കൂടാരത്തിൽ പാർക്കണം, ഭർത്താവിന്റെ കൂടാരത്തിൽ പാർക്കണം. അതിന് വിരുദ്ധമായി പൊരുതുന്ന ദുഷ്ടശക്തിയെ പൊരുതാൻ ദൈവം നൽകിയ വാഗ്ദത്തം, യേശു ദൈവം നൽകിയ വാഗ്ദത്തം, യേശു കർത്താവ് അരാമ്യരുടെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് നിങ്ങൾ കൂടാരത്തിൽ എന്ത് ചെയ്യണം? വായിച്ച വാക്യം 13:5. ഇസ്രായേൽ ജനം പണ്ടത്തെ പോലെ തന്റെ കൂടാരത്തിൽ വസിപ്പാൻ സംഗതി വന്നു. യാക്കോബേ, നിന്റെ കൂടാരത്തെ ആർക്കെണ്ണം? എത്ര ധൂളികൾ അവന് ചന്ദന മരങ്ങൾ പോലെ. അല്ലേ? ശപിക്കാൻ അവർക്ക് കഴിഞ്ഞോ? ബിലയാമിന് ശപിക്കാൻ കഴിഞ്ഞോ? അപ്പൊ ശാപം എവിടെ നിന്ന് വന്നു? കൂടാരത്തിൽ പാർക്കാത്ത അല്ല മക്കളുടെ മേൽ ശാപം വരും. യാക്കോബിന്റെ കൂടാരത്തിൽ വരണം. യാക്കോബിന്റെ കൂടാരത്തെ ശപിക്കാൻ വന്ന ബിലയാമിന് ശപിക്കാൻ കഴിഞ്ഞില്ല. കാരണം ആ വീട് എന്തുണ്ട്? ചന്ദന മരങ്ങൾ പോലെ. അല്ലേ? വായിച്ച സംഖ്യാപുസ്തകം 24
അതിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ആ വാക്യം ഒന്ന് വായിച്ചേ, വേഗത്തിൽ വായിച്ചു, പെട്ടെന്ന് വായിച്ചേ. 24 2 വാക്യം തൊട്ട് വായിച്ചേ. ആ ആ ആ ആ ഉം 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 ആ എത്ര മനോഹരം! ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കണം, അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കരുത്. അപ്പോഴേ നിന്റെ കൂടാരം മനോഹരമാകൂ. ഇതിന് വിടാതെ കുറെ അന്ധകാര ആരാമ്യ ശക്തികൾ നിന്റെ ഭവനത്തെ തടയുന്നു എങ്കിൽ അതിൽ നിന്ന് വിടുവിക്കാൻ നീ ദൈവത്തോട് എന്ത് ചെയ്യണം? നിന്റെ കൂടാരങ്ങൾ എത്ര മനോഹരം! വായിച്ചേ. ഇങ്ങനെ താഴ്വര പോലെ, നീരുറവകൾ പതിക്കുന്ന താഴ്വര പോലെ പതിച്ചിരിക്കുന്നു. ആ ഉദ്യാനം പോലെ, ആ യഹോവ നട്ടിരിക്കുന്ന ചന്ദന മരങ്ങൾ പോലെ, ആ ദേവദാരുക്കൾ പോലെ തന്നെ ഈ അനുഗ്രഹം ഭാര്യ വീട്ടിൽ കിടന്ന വരില്ല. അവിടെ ഒരു അരാമ്യ ശക്തിയുണ്ട് പിന്നെ അങ്ങോട്ട് വലിക്കുന്ന. അതായത് ഇപ്പം വിശദീകരിക്കാൻ സമയമില്ല, ന്യായാധിപന്മാരുടെ പുസ്തകമൊക്കെ വായിക്കണം. അവിടെ ഒരു ലേവ്യൻ ചെന്ന് ഒരിടത്ത് അകപ്പെട്ടു. ലേവ്യൻ ചെന്ന് ഒരു കുടുംബത്തിൽ അകപ്പെട്ടിട്ട് ചെന്ന് ആഹാരം കഴിച്ചു. അവരന്ന് പോകാമെന്നാണ് തീരുമാനിച്ചത്. പക്ഷെ എന്ത് ചെയ്തു? ആ വീട്ടുകാർ ആഹാരവും കൊടുത്തിട്ടാ, കുഴപ്പമില്ല മരുവാനെ, വൈകുന്നേരം ആയല്ല, ഇന്ന് രാപ്പാർക്കി. അടുത്ത് പിറ്റെന്നും ആഹാരം കഴിച്ചു. അവൻ ഉച്ചയ്ക്ക് പോകാൻ ഇറങ്ങിയപ്പം അവൻ്റെ അടുത്ത് പറയണം, മരുവാനെ ഇന്ന് പോകരുത്, നാളെ പോകാൻ, ഇന്നുകൂടെ നിങ്ങൾ ഇവിടെ ഈ വീട്ടിൽ നിന്ന് സുഖം അനുഭവിക്കും. വീണ്ടും പിറ്റെന്ന് പോകാൻ ഇറങ്ങി. അപ്പോഴും ഇത് തന്നെ പറഞ്ഞു. 4-ാം ദിവസം അവൻ നിർബന്ധിച്ച് യാത്ര എവിടെ ചെന്ന് വിട്ട്? വഴിയമ്പലത്തിന് എങ്ങും എത്താതെ വിട്ടു. ആ സ്ഥലത്ത് വെച്ച് അവൻ്റെ ഭാര്യ മരിച്ചു. ഭാര്യ വീട്ടിൽ തങ്ങുന്ന ഏത് പുരുഷനുമുള്ള ഒരു ഗതി, വിവാഹം കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ പോകാത്ത ഏത് സ്ത്രീക്കുമുള്ള ഒരു മരുമക്കളോട് പറയും, മക്കളെ ഇന്ന് പോണ്ടടേ, മോഹന വാഗ്ദാനങ്ങൾ തന്നു എന്ന വല്ല പ്രയോജനമുള്ളതാണോ? ബൈബിള് വായിച്ച് പഠിച്ചെന്ത് ചെയ്യണം? ജീവിച്ചോളണം. പൊരുതം എങ്ങനെ വിടുവിക്കും? യെശയ്യാ പ്രവചനം 19:20 വായിച്ചോ വേഗത്തിൽ. യെശയ്യാവ് 19:20. അതെങ്ങനെ? ഒരടയാളമായി, ഒരു സാക്ഷ്യമായി. അവൻ പൊരുതും, യുദ്ധം ചെയ്യും. നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? യുദ്ധം ചെയ്യും. ആ രക്ഷകൻ അവൻ പൊരുതും, അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എങ്ങനെ യുദ്ധം ചെയ്യും? വായിച്ചോ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49, 25, 26. ഹല്ലേലൂയ, സ്തോത്രം. വേഗത്തിൽ വേഗത്തിൽ. നിന്നോട് പോരാടുന്നവരോട്, ദൈവം രക്ഷകനായി ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചവനോട് പോരാടുന്നവനോട് ആര് പോരാടും? എന്റെ കർത്താവ് പോരാടും. നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടും. അടുത്ത, നിന്നെ മാത്രമല്ല നിന്റെ മക്കളെയും ഞാൻ രക്ഷിക്കും. നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരുക്കും. അവരുടെ മാംസം അവരെ കൊണ്ട് ഞാൻ തീറ്റിക്കും.
ആ, വീഞ്ഞു പോലെ അവരുടെ രക്തം അവര് തന്നെ കുടിക്കും. ഇനി യെശയ്യാവ് 60:14 തൊട്ടൊന്ന് ഓട്ടിച്ച് വായര് വേഗത്തിൽ. 60:14 നോക്കണമേ. യുദ്ധം അവിടെ കൊണ്ട് തീരുന്നില്ല, അടുത്ത തലമുറയിലേക്ക് പോവുകയാണ്. ദാവീദിന്റെ തലമുറയും ശൗലിന്റെ തലമുറയും തലമുറയായിട്ട് എന്ത് ചെയ്തു? യുദ്ധം ഉണ്ടായിരുന്നു. ദാവീദിന്റെ തലമുറ ബലം പ്രാപിച്ചു വന്നു. ശൗലിന്റെ തലമുറ ക്ഷയിച്ചു പോയി. ഇതുപോലെ യുദ്ധം അവിടെ തീരുന്നില്ല, യുദ്ധം തലമുറയിലേക്ക് വെക്കുകയാണ്. നിന്നെ ദേശിപ്പിച്ചവരുടെ മക്കൾ നിന്റെ കാല് പിടിക്കേണ്ടി വരും. നിന്നെ, അടുത്ത വാക്യം, അവർ പറയും, നിന്നെ ആര് ക്ലേശിപ്പിച്ചിട്ടുണ്ടെങ്കിലും, നിന്നെ ആര് ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവർ പറയും, നീ ദൈവത്തിന്റെ നഗരമാ. ഹല്ലേലൂയ, സ്തോത്രം. ഓട്ടിച്ച് വായിച്ച സിസ്റ്ററെ. മതി നമുക്ക് വേണ്ടി ഇങ്ങനെ യുദ്ധം ചെയ്യാവുന്ന ഒരു വാഗ്ദത്തം. ആ വാഗ്ദത്തം തന്ന രക്ഷകനാണ് ക്രിസ്തു.